പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്നത്തെ ആമുഖ ഗീതി അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നാണ്. മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ മഗ്ദലന മറിയം അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയാണ്. യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവൻ എന്നാണല്ലോ അപ്പോസ്തലൻ്റെ അർത്ഥം. വെറുതെ അയക്കപ്പെടുകയില്ലല്ലോ, കാര്യങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയ ഒരാളെയാണ് അയക്കുന്നത്. ഇപ്പോൾ ഉത്ഥാനത്തിനും ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷിയാണ് വിശുദ്ധ മഗ്ദലന മറിയം. അതുകൊണ്ട് ഈശോയുടെ ഉത്ഥാന രഹസ്യം അത് ആദ്യം ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തെ തന്നെയാണ് അത് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് അയക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നല്ല ഒന്നാന്തരം സാക്ഷിയും നല്ല ഒന്നാന്തരം സുവിശേഷകയുമാണ് വിശുദ്ധ മഗ്ദലന മറിയം. നമുക്കതുകൊണ്ട് വിശുദ്ധ മഗ്ദലന മറിയത്തിന് തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും ഇതുതന്നെയാണ്. നല്ല ഒന്നാന്തരം സാക്ഷിയാകാനും നല്ല ഒന്നാന്തരം സുവിശേഷകരാകാനും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേകജാതൻ പെസഹ സന്തോഷം മറ്റുള്ളവരെക്കാളും മുൻപേ അറിയിക്കുവാൻ വിശുദ്ധ മേരി മഗ്ദലനായെ ഭരമേൽപ്പിച്ചുവല്ലോ. ആ വിശുദ്ധയുടെ മാധ്യസ്ഥ്യത്താലും മാതൃകയാലും ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും അങ്ങ് മഹത്വത്തിൽ വാണരുളുന്ന അവിടുത്തെ ദർശിക്കുവാനും അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങളെ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗീതം ആലപിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയമേ, നീ പോകും വഴി എന്തു കണ്ടു? പറയുക. ജീവിച്ചിരിക്കുന്നവൻ കിടന്നിരുന്ന കല്ലറ ഞാൻ കണ്ടു. ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സും ഞാൻ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റ് ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്?
അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പിറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരുവെന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മഗ്ദലന മറിയത്തെ ഇത്രയധികം സ്നേഹിക്കുന്നതിൻ്റെ കാരണം മഗ്ദലന മറിയം ഈശോയെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യം, ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ഒരു ഫരിസേയൻ്റെ വീട്ടിലെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടെ ഒരു പാപിനിയായ സ്ത്രീ വരുന്നുണ്ട്. അവർ പിറുപിറുക്കുന്നുണ്ട്. അവൾ ഈശോയുടെ കാല് കഴുകാനും പാദങ്ങൾ ചുംബിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴും അവർ പിറുപിറുത്തു. അപ്പോൾ ഈശോ പറയുന്നൊരു വർത്തമാനമുണ്ട്. അത് ലൂക്ക 7:47. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം, എന്നാൽ അറിയാതെയാണൊരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അധികം ലഭിച്ചവന് നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ടായിരിക്കാം ഒത്തിരി ക്ഷമ ഈ മഗ്ദലന മറിയത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കാരുണ്യം മഗ്ദലന മറിയത്തോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മറിയത്തിന് ഇങ്ങനൊരു അത് മറിയം ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം, ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം, ഈശോയെ വളരെ അനിതര സാധാരണമായ വിധത്തിൽ മഗ്ദലന മറിയം സ്നേഹിക്കുന്നു. നമ്മൾ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മഗ്ദലന മറിയം നല്ലൊരു മാതൃകയാണ്. എത്രയോ പുറകിക്കടന്ന ഒരാളാണ്. എന്നിട്ടത് മുന്നോട്ട് വന്ന് കർത്താവിനെ സ്നേഹിച്ചു. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും മഗ്ദലന മറിയം കർത്താവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ഒരാളെ ഇങ്ങനെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത് യേശുവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ചിന്തയാണ്, എന്ന ബോധ്യമാണ് കുറേ കൂടി അടുത്ത് അനുഗമിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇല്ല, കുറേ കൂടി ഒരാളെ അത്ര ചേർന്ന് നിൽക്കാൻ, ഒരാളോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതും അയാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ കുടുംബത്തിലെ മക്കളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, നമ്മൾ ചില ഉപകാരങ്ങൾ ചെയ്തതിനെ നമ്മൾ മറന്നു കളയാതെ അതെന്നെ അങ്ങനെ സഹായിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് അത് പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ഈശോ സ്നേഹിച്ചത് കൊണ്ടാണ് മറിയം ഈശോയോട് ചേർന്ന് ഏറ്റവും അടുത്ത് അനുഗമിച്ചത്. നമുക്ക് ഈശോയെ അടുത്ത് അനുഗമിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന ഒരു ബോധ്യം നമുക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈശോ സ്നേഹിക്കത്തക്ക വിധത്തിലുള്ള ചില പ്രത്യേകതകളൊന്നും നമ്മൾ ഈശോയോട് കാണിച്ചിട്ടില്ല.
ഈശോ പ്രത്യേകം നമ്മളെ സ്നേഹിക്കുന്ന വിധത്തിൽ ഈശോയോട് നമ്മളത് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു ഈശോ വിളിയിൽ പോലും ഈശോയ്ക്ക് മനസ്സിലാകും ഇവനോ ഇവൾക്കോ എന്നോട് സ്നേഹമുണ്ടോ എന്ന്. ഇല്ല, അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്കറിയാം, ആ വിളിയിൽ ആ സ്നേഹം അമ്മയ്ക്കറിയാൻ പറ്റും. അന്ന് പറഞ്ഞതുപോലെ ഈശോയെ എന്ന വിളിയിൽ പോലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ഈശോയായിട്ടുള്ള ഇടപെടലുകൾ വഴി ഈശോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവനോ ഇവൾക്കോ എന്നോട് സ്നേഹമുണ്ടോ എന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇന്നത്തെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോഴും നമുക്ക് ഈശോയോടുള്ള സ്നേഹം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും ആ സ്നേഹത്തിലേക്ക് വരുന്നതും നല്ലതാണ്. മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സുഗന്ധദ്രവ്യം കൊണ്ട് പൂശുന്നത് അത് മഗ്ദലന മറിയത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അവിടെ മഗ്ദലന മറിയം അതിരാവിലെ എഴുന്നേറ്റ് ശവകുടീരത്തിങ്കിലേക്ക് പോകുന്നുണ്ട്. അത് മറ്റു സ്ത്രീകളുമുണ്ട്. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകുകയല്ലേ. ഈശോയെ കാണാനുള്ള തിരക്കിൽ അത് വേണമെങ്കിൽ മറന്നു പോകാം. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്ന മഗ്ദലന മറിയം, അതിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കി ചെയ്യാൻ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ഒരുപക്ഷെ അവളുടെ ശീലമായിരിക്കും അത്. ഇല്ല, കാല് കഴുകി തുടച്ചതല്ലേ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഒരു ശീലമായിരിക്കും ഒരാളെ സുഗന്ധം കൊണ്ട് പൂശുക. ഇവളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹപ്രദമാക്കി മാറ്റിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് പോലെ. അത് മാനസാന്തരത്തിന് ശേഷം ഈശോയെ അറിയുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 2-ാം വാക്യം, ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഇറങ്ങി ഓടി ശവകുടീരത്തിലേക്ക് പോയി. അങ്ങനെ പോകാൻ അതിരാവിലെ, നമുക്ക് ഈശോയോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയേ കിട്ടുന്നുള്ളൂ അവധിക്ക്, ഒരു ഞായറാഴ്ചയേ ഉള്ളൂ, അത് ഉറങ്ങാനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ എത്ര മടി കാണിക്കുന്നവരാണ് നമ്മൾ. ബാക്കി 6 ദിവസവും ജോലിയാണ്, നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. പക്ഷേ ഞായറാഴ്ച എനിക്ക് കർത്താവിനൊന്നും സ്നേഹിച്ചിരിക്കാൻ എനിക്ക് പറ്റുകയില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം. അപ്പം മഗ്ദലന മറിയം അതിരാവിലെ, മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം, അവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഗ്ദലന മറിയം ഒരാളായിട്ടാണ് പറയുക. ഒരാൾ ഇരുട്ടായിരിക്കുമ്പോൾ, അതും ഒരു സ്ത്രീ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോവുക എന്ന് പറയും, എന്തൊരു ധൈര്യം വേണം. ഇനി കല്ലുരുട്ടി മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കല്ല് വെച്ചടച്ചത് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവരുടെ സംസാരത്തിലുള്ള ഒരു കാര്യമാണ്, ആരാണ് കല്ലുരുട്ടി മാറ്റുക, ആരാണ് കല്ലുരുട്ടി മാറ്റുക. ഒരു കല്ലുരുട്ടി മാറ്റുക, അത് ദൈവദൂതൻ ദൈവശക്തിയാൽ മാറ്റപ്പെട്ട കല്ല് ഒരു മനുഷ്യന് മാറ്റാൻ പറ്റുമോ? ഒരു സ്ത്രീക്ക്? ഇപ്പം സ്ത്രീകൾ തമ്മിൽ നടന്നു പോകുമ്പോൾ അവർ സംസാരിക്കുന്നത് ആരാണ് കല്ലുരുട്ടി മാറ്റുക. റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. കർത്താവിന് വേണ്ടിയിട്ട് കല്ലുരുട്ടി മാറ്റുക എന്ന റിസ്ക്, അത് പലതാകാം. കല്ല്, ജീവിതത്തിൻ്റെ ചില പ്രതിബന്ധങ്ങൾ കർത്താവിന് വേണ്ടി മാറ്റാൻ, ചില ദുശീലങ്ങളാകാം. ഒരു കല്ല് പോലൊരു പാപം, അത് മാറ്റിയിട്ടാണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അത് മാറ്റാൻ പറ്റില്ല. പള്ളിയിലൊക്കെ പോകാം, പക്ഷേ അത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കല്ലുരുട്ടി മാറ്റേണ്ട ഒരു അത് ഭയങ്കര റിസ്ക്കാണ്. അത് ആത്മീയതയിൽ നമുക്കൊരു സന്ദേശമാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം, അവൾ ഓടി ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റ് ശിഷ്യനെയും അടുത്തെത്തി പറഞ്ഞു. കണ്ടപ്പോൾ ഉടനെ തന്നെ കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്ന അതിൽ കണ്ടു. അവൾ ഉടനെ ഓടി പത്രോസിനെയും യോഹന്നാനെയും അറിയിച്ചു. ഇനി 20-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം 10-ാം വാക്യത്തിൽ, അപ്പോൾ അവർ രണ്ടുപേരും കണ്ടു, യോഹന്നാനും കണ്ടു, പത്രോസും കണ്ടു. എന്നിട്ട് അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി, അവർ മടങ്ങിപ്പോയി. അടുത്ത വചനം യോഹന്നാൻ 20:11, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് എന്താണ് അവളെ പ്രേരിപ്പിച്ചത്? അവർ രണ്ടുപേരും പോയി, പുരുഷന്മാർ രണ്ടുപേരും പോയി. മഗ്ദലന മറിയം മാത്രം കല്ലറയ്ക്ക് വെളിയിൽ കാത്തു നിന്നു. എന്ത് വിചാരിച്ചിട്ടാണ്? ഈശോയെ കാണാൻ പറ്റുമെന്നോ? എത്ര നേരം കാത്തു നിൽക്കേണ്ടി വരും എന്ന് അറിയാതെ കാത്തു നിന്നു. നമുക്കങ്ങനെ സാധിക്കുമോ? നമുക്ക് ചിലപ്പോൾ കുമ്പസാരത്തിന് വേണ്ടി പോലും ഒന്ന് കുറച്ചു നേരം കാത്തു നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ?
കുറച്ചു നേരം കാത്തു നിൽക്കാൻ മഗ്ദലന മറിയം കാത്തു നിന്നു. എന്നിട്ട് അവൾ തനിയായിരിക്കുമ്പോൾ കല്ലറയ്ക്കുള്ളിലേക്ക് അവൾ നോക്കി. ഭയമാകില്ലേ? ആ ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലോർത്തെ ഒറ്റയ്ക്കൊരു സ്ത്രീ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. എന്തൊരു ധൈര്യമാണ് ഈ സ്ത്രീക്ക്! ഇനിയും ശിഷ്യന്മാരെ അറിയിക്കാൻ അവൾ വീണ്ടും ഓടുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവൾ അറിയിക്കാൻ വേണ്ടി ഓടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്. അവർ ശവകുടീരത്തിങ്കൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനൊരു വാക്കുണ്ട്. ഒരു കാര്യം ഒരു രഹസ്യാത്മകതയുള്ള കാര്യം അത് സ്ത്രീകളാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈ മഗ്ദലന മറിയത്തിന് ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവ്, അതും നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അത് വീണ്ടും നമ്മൾ കാണുകയാണ്. 28-ാം അധ്യായം, അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ വേണ്ടി ഓടി. ഞാൻ വിചാരിക്കുന്നത് 2-3 തവണ ഓടി എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം പത്രോസിനെയും യോഹന്നാനെ അറിയിക്കാൻ ഓടി. പിന്നെ കാരണം അവർ പോയി കളഞ്ഞല്ലോ. വീണ്ടും മറ്റ് ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി ഓടണ ഓട്ടം. ഈ ഓട്ടം മാത്രം ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ 2-3 തവണ ഓടുക. എന്താണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഓടാൻ? വീണ്ടും 9-ാമത്തെ വാക്യം, മത്തായി 28:9. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അതായത് ഈശോ എതിരെ വരികയാണ്. ഈശോ എതിരെ വന്നപ്പോഴത് ഈശോയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കാൻ ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? ഇപ്പോൾ ഈശോ വരും, കാലെ കെട്ടിപ്പിടിച്ച് ആരാധിക്കണം എന്ന് ആര് പറഞ്ഞു? നമുക്ക് പള്ളി വന്നിരുന്നിട്ട് പോലും പരിശുദ്ധ കുർബാന എടുത്തു വച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ പോലും ആരെങ്കിലും ഒന്ന് പറയണം മിണ്ടാതിരിക്കുന്ന, ആരും പറയാതെ ദൈവാരാധനയിൽ പങ്കെടുക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവസ്ഥലങ്ങളോട് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു തരണോ? മഗ്ദലന മറിയത്തിന് ആര് പറഞ്ഞു കൊടുത്തു? അതാണ് ഉള്ളിൽ കിട്ടുന്ന ഒരു കാര്യമാണത്. അങ്ങനെ അപ്പോൾ ഈ മഗ്ദലന മറിയത്തിൻ്റെ ഈ ഓട്ടത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിടുക്കമുണ്ടല്ലോ, എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ, ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കുള്ള പ്രത്യേകതയാണ്. ദൈവകാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തിടുക്കം, ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കുള്ള പ്രത്യേകതയാണ്. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഉള്ള ഒരു ഇൻറ്റിമസി മഗ്ദലന മറിയത്തിനുണ്ടായി. എൻ്റെ ഈശോ എന്നെ രക്ഷിക്കും, എൻ്റെ തമ്പുരാൻ, അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ഈശോ എന്ന് പറയുന്ന ഇൻറ്റിമസി അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇനി ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചിലത് മുന്നേ പറഞ്ഞത് അവസാനം പറയുന്നത് അങ്ങനെയൊക്കെ ഒരേപോലെ പറയും. ആദ്യം രാത്രി ചെന്ന് കണ്ട നിക്കോദെമോസ് എന്ന് പറയുന്ന 3-ാം അധ്യായത്തിലാണ് നിക്കോദെമോസ് എന്ന് കാണുന്നത്. അത് 7-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും അതങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഈ യോഹന്നാൻ സുവിശേഷകൻ അങ്ങനെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഇതൊരു ചോദ്യം. ഇവിടെ മഗ്ദലന മറിയത്തിൻ്റെ കാര്യമെത്തുമ്പോൾ നീ ആര് അന്വേഷിക്കുന്നു എന്ന്, അത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ എന്ത് അന്വേഷിക്കുന്നു എന്ന ചോദ്യം നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. നമ്മളൊന്ന് ധ്യാനിച്ച്, നമ്മൾ എന്തിനാണ് തീർത്ഥാടനത്തിന് വന്നത്? എന്തെങ്കിലും അന്വേഷിച്ചാണോ വന്നത്? ജോലി, കുഞ്ഞ്, വിവാഹം, കടബാധ്യത, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ടല്ലേ ചിലർ വന്നത്? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചരട് കെട്ടിയിട്ടേ പോകൂ. അതാണ് എൻ്റെ ഒരു കുഴപ്പം.
വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ ചരട് കെട്ടിയിട്ടേ പോകും. വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ താക്കോല് പൂട്ടിയിട്ടേ പോകും. വസ്തുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ തൂവാല കൊണ്ട് കെട്ടും. അതാണ് അതിൻ്റെ കുഴപ്പം. അതാ, വസ്തുക്കൾ അന്വേഷിക്കുന്നതിൽ നിന്ന് യേശുവിനെ അന്വേഷിക്കുന്നതിലേക്ക് വളരണം. മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന ചോദ്യം, നീ ആരെ അന്വേഷിക്കുന്നു? ഒരു ശിഷ്യത്വത്തിൻ്റെ വളർച്ചയിൽ വരേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്നത് അവസാനം യേശുവിനെ അന്വേഷിക്കുന്നതിലേക്ക് വരണം. അതുകൊണ്ടാണ് ചരട് കെട്ടുന്നതും തൊട്ടിൽ കെട്ടുന്നതും, തൊട്ടിലല്ല തൂവാല, ഇല്ല എന്തോ ഒരു തൂവാല സ്റ്റേപ്പിളർ വെച്ചിട്ട് ഒരു ചരടൊക്കെ കൂട്ടിക്കെട്ടി ഒരു സംഭവം, അത് കെട്ടിത്തൂക്കുന്നതും താക്കോല് പൂട്ടുന്നതും ഈശോയുമായി എന്ത് ബന്ധം? ഈശോയുമായി എന്ത് ബന്ധം? അപ്പൊ ഈശോയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഈശോയെ നേടുന്നത് ആകുമോ? അതാണ് മറിയത്തോട് നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴാണ് അവൾ മറിയം എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് തിരിച്ചറിവുണ്ടായി, റബ്ബോനി. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ, അല്ല 38-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്ന് ഇതിനർത്ഥം. റബ്ബി, ഗുരു എന്ന് ഇതിനർത്ഥം. ഇവിടെ ആ വളർച്ച വെറും ഗുരുവായിരുന്ന, ഗുരുവെന്ന് സംബോധന ചെയ്തത് മഗ്ദലന മറിയം റബ്ബോനി, റബ്ബോനി, മൈ മാസ്റ്റർ, മൈ ഗ്രേറ്റ് മാസ്റ്റർ, അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നു. വെറും ഗുരുവായിരുന്നത് എൻ്റെ ഗുരു, എൻ്റെ ഗുരു എന്ന തലത്തിലേക്ക് യോഹന്നാൻ ശ്ലീഹ യഥാർത്ഥ ശിഷ്യത്വം അതങ്ങനെ വളരണമെന്ന് കാണിച്ചു തരികയാണ്. വെറും ഒരാളായിരുന്നത് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഈശോയിലേക്ക് വരുന്നത്, പിന്നെ ഈശോ ആരൊക്കെയായി മാറുന്നു? ഈശോ എൻ്റെ ഗുരുവായി മാറുന്നു. ഇങ്ങനൊരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് മഗ്ദലന മറിയത്തിൽ നിന്ന് ഇത് പഠിക്കാം. ഈശോ നമുക്ക് ആരെങ്കിലുമായിട്ട് മാറട്ടെ. ഇവിടെ നിങ്ങൾ ഈശോയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേരുക, പിന്നെ വചന ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുക, കേൾക്കുക, വചനം കേൾക്കുക, കുമ്പസാരിക്കുക, ആരാധന ചാപ്പലിൽ ആരാധനയ്ക്ക് പോയിരിക്കുക. ഇതൊക്കെയാണ് യേശുവിൽ വളരാൻ, യേശുവിനെ ആരാധിക്കുന്ന സമൂഹം ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ തലമുടി വടിച്ച് നേർച്ച നേർന്നതിനെക്കുറിച്ച് അപ്പോസ്തലൻ നടപടി പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾ തലമുടി വടിക്കുമോ? എനിക്കറിയില്ല. ഈശോ തലമുടി വടിച്ചിട്ടില്ലല്ലോ. ഈശോയ്ക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു. അതാണ്, ഈശോയുമായി ബന്ധമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോയെപ്പോലെ ആകാനും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ലേ ആഗ്രഹിക്കേണ്ടത്. നമുക്കതുകൊണ്ട് മഗ്ദലന മറിയത്തെ പോലെ ഈശോയെ സ്നേഹിക്കാനും, മഗ്ദലന മറിയത്തിനുണ്ടായിരുന്ന ആ ഒരു ഇൻറ്റിമസി മഗ്ദലന മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. അതൊരു ഗിഫ്റ്റാണ്, വെളിപ്പെടുത്തി കൊടുക്കുക. ഇവിടെ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാൻ സാധിക്കുന്നത് അതൊരു ഗിഫ്റ്റാണ്. പക്ഷേ മഗ്ദലന മറിയത്ത് കാണിച്ച റെസ്പോൺസ് അത് അവളുടെ വിശ്വാസമാണ്. ദൈവം വെളിപ്പെടുത്തി തന്നിട്ടും ദൈവം അനുഗ്രഹം തന്നിട്ടും നീ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിന്റെ വിശ്വാസം കൊണ്ട് നീ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസം കൊണ്ട് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയം, നമ്മുടെ പരിശുദ്ധ കന്യകാ മറിയം ഈശോയെ സ്നേഹിച്ചതുപോലെ അതുപോലെയും നമുക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ജീവനെ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. ജീവനെ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ
എന്നിൽ നിറയണം. ആമേൻ. ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം, കാഴ്ചയിടാം ഇന്നു പൂർണ്ണമായി നൽകാം, കാഴ്ചയിടാം ഈ വേദിയിൽ സ്വീകാര്യമാം ഈ ജീവനേകും പങ്കുവയ്പിൽ ഒന്നു ചേർന്നിടാം, കാഴ്ചയിടാം ഇന്നു പൂർണ്ണമായി നൽകാം. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേജാതനായ ഏകപുത്രൻ വിശുദ്ധ മറിയം മഗ്ദലനായുടെ സ്നേഹാർപ്പണം കനിവാർന്ന് സ്വീകരിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളും പ്രീതിപൂർവ്വം സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ പിതാവേ, അങ്ങേ ശക്തിയേക്കാൾ ഒട്ടും കുറവില്ലാത്ത കാരുണ്യമുള്ള അങ്ങയെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എല്ലാറ്റിലും പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് മഗ്ദലന മറിയത്തിന് തോട്ടത്തിൽ വെച്ച് പ്രത്യക്ഷനായി. അവളാകട്ടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായി അവിടുത്തെ സ്നേഹിക്കുകയും കുരിശിൽ മരിക്കുന്നവനായി കാണുകയും കല്ലറയിൽ ശയിക്കുന്നവനായ അവിടുത്തെ അന്വേഷിക്കുകയും മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റവനായ അവിടുത്തെ ആദ്യമായി ആരാധിക്കുകയും ചെയ്തുവല്ലോ. പുതുജീവന്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ അവിടുന്ന് അവളെ അപ്പസ്തോലിക ദൗത്യം നൽകി അപ്പോസ്തലന്മാരുടെ മുൻപാകെ ബഹുമാനിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റവും
ഏറ്റവും ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ മേരി മഗ്ദലനായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ
ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകിയിടണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മറിയം മഗ്ദലനായിക്ക് തൻ്റെ ഗുരുവായ ക്രിസ്തുവിനോടുണ്ടായിരുന്ന നിരന്തര സ്നേഹം അങ്ങ് രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം വഴി ഞങ്ങളിലേക്കും ചൊരിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.